നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോൾ പോഗ്ബയെ 4 വർഷത്തേക്ക് ഫുട്ബോളിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇറ്റാലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഏതായാലും 4 വർഷത്തേക്കാണ് സൂപ്പർ താരം പോഗ്ബയ്ക്ക് ഇപ്പോൾ ബാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഡോപ്പിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ടെമ്പററി സസ്പെൻഡഡ് ആയിരുന്നു. ഇപ്പോഴത് 4 വർഷത്തേക്ക് ബാനാക്കി മാറ്റിയിരിക്കുന്നു. ഈ ഒരു സംഭവം ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. 2023 ഓഗസ്റ്റിലാണ് യുഡിനേസി വേഴ്സസ് യുവൻറ്റസ് മത്സരത്തിന് ശേഷമുള്ള ഡോപ്പിംഗ് ടെസ്റ്റിൽ അദ്ദേഹത്തെ പോസിറ്റീവായിട്ട് കാണുന്നത്. അന്നത്തെ കളിയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു. പക്ഷേ ഡോപ്പിങ്ങിൽ അദ്ദേഹം പോസിറ്റീവായി. അതോടുകൂടി അദ്ദേഹത്തിനെതിരെ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ 4 വർഷത്തേക്കുള്ള വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് വാദം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് വാർത്ത. അതായത് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് വാദം എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലി അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ഇൻടേക്ക് ചെയ്തതാണ്, അല്ലാതെ താൻ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ഉത്തേജക മരുന്നൊന്നും കഴിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. 4 വർഷത്തേക്ക് ഫുട്ബോളിൽ അത്രയധികം പ്രതിഭാതനായിട്ടുള്ളൊരു താരമാണ്, എല്ലാവർക്കും അറിയാം. 4 വർഷത്തേക്ക് അദ്ദേഹത്തെ വിലക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 31 വയസ്സിനോട് അടുത്ത് നിൽക്കുകയാണ് അദ്ദേഹം. മാർച്ച് 15 അദ്ദേഹത്തിന് 31 വയസ്സാവും. അപ്പോൾ 31 വയസ്സുള്ള താരത്തിന് 4 വർഷം വിലക്കൂടി വരുമ്പോൾ 35 വയസ്സ് കഴിഞ്ഞിട്ടേ ഇനി ഫുട്ബോളിലേക്ക് മടങ്ങാനാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കരിയർ ഇവിടെ അവസാനിക്കുന്നത് തന്നെയാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. വളരെ നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.